നിയമസഭയിലായാലും ലോക്സഭയിലായാലും സ്പീക്കർമാർക്ക് രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണുള്ളത്. ഒന്ന്, ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ബിസിനസ്സുകൾ നടത്തി കൊടുക്കുക, ബില്ലുകൾ പാസ്സാക്കുക, ബജറ്റ് അംഗീകരിച്ചു കൊടുക്കുക. അതിന് എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ഈ വക ബിസിനസ്സുകൾ നടത്തി കൊടുക്കാൻ സ്പീക്കർമാർ ബാധ്യസ്ഥരാണ്. അതേസമയം പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതും സ്പീക്കർമാരുടെ ബാധ്യതയാണ്. നമ്മുടെ ലോക്സഭയിൽ പലപ്പോഴും അത് നടന്നു കാണുന്നില്ല. അതിന് വിരുദ്ധമായിട്ടുള്ളതാണ് സംഭവിക്കുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ മറ്റേതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്നവരാണെന്നാണ് ഭരണപക്ഷത്തിന്റെ ഒരു വിചാരം. ഓടിളക്കി പാർലമെന്റിലേക്ക് കയറിയിരുന്നവരാണ് അവരെന്നൊരു ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. നമ്മുടെ ലോക്സഭയിലെ അംഗസംഖ്യയുടെ കണക്കെടുത്താല് നമുക്കൊരു കാര്യം വ്യക്തമാകും. ഭരണകക്ഷിക്ക് 293 അംഗങ്ങളുടെ പിന്തുണയാണ്. അതേസമയം പ്രതിപക്ഷത്ത് 234 പേരുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഭരണകക്ഷിയായിട്ട് നടിക്കുന്ന BJPക്ക് അല്ലെങ്കിൽ മോദിയുടെ BJPക്ക് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. രണ്ട് ഉത്തരം താങ്ങി പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് മോദി പ്രധാനമന്ത്രിയായിട്ട് വിരാജിക്കുന്നത് എന്ന് മറക്കരുത്. TDPയുടെയും JDUവിന്റെയും അംഗബലത്തിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ശക്തികളാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ സാധിക്കുക? അവരുടെ അവകാശങ്ങൾ തട്ടിത്തെറിപ്പിക്കാൻ സാധിക്കുക?